ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഭീകരത വച്ചുപൊറുപ്പിക്കുകയില്ലെന്ന്. അഭികാമ്യമായ ഒരു പ്രസ്താവനയാണത്. പോപ്പുലർ ഫ്രണ്ടിനെയും അതോടൊപ്പം തന്നെ മുസ്ലിം ഭീകര സംഘടനയും ഒക്കെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് വ്യക്തം. കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടും. നല്ല കാര്യമാണ്. പക്ഷേ ഇസ്ലാമിക ഭീകര സംഘടന മാത്രമാണോ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്? അതിനേക്കാൾ ഭീകര സംഘടന ഹൈന്ദവരുടെ ഇടയിലുണ്ടല്ലോ. ബജ്രംഗദള്, ശ്രീരാം സേന, RSS, ഹനുമാൻ സേന, അവരെ വെച്ച് ഉറപ്പിക്കാമോ? അപ്പൊ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭീകരത പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുകയും ഹിന്ദുക്കളുടെ ഇടയിൽ ഭീകരത പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നയമാണോ ആഭ്യന്തരമന്ത്രിക്കുള്ളത്? നിഷ്പക്ഷമായിട്ട് രാജ്യം ഭരിക്കേണ്ട ആഭ്യന്തരമന്ത്രി ഒരു പക്ഷം ആളുകളെ മാത്രം കുറ്റപ്പെടുത്തുകയും മറുപക്ഷത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഹീനമായ നടപടി ഭരണഘടനയ്ക്ക് അനുസൃതമല്ല. അദ്ദേഹം ഭരിക്കേണ്ടത് ഭരണഘടനയ്ക്ക് അനുസൃതമായാണ്, ഒരു പാർട്ടിയുടെ നയത്തിന് അനുസൃതമായിട്ടല്ല. ഭരണഘടന മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ആഭ്യന്തരമന്ത്രി അധികാരമേൽക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ സമീപനത്തിൽ നിന്നില്ല. അദ്ദേഹം ഒരു ജൈനമതക്കാരനാണല്ലോ. ജൈനമതക്കാരെ ഇവിടെ ഇല്ലായ്മ ചെയ്ത് ആരാണ്? ഈ ബ്രാഹ്മണിക്കൽ ഫോഴ്സാണ്, ബ്രാഹ്മണാധിപത്യമാണ്. ജൈനമതം പോലെ തന്നെ പ്രബലമായൊരു മതമായിരുന്നു ബുദ്ധമതം. ആരാണ് ആ മതത്തെ ഇല്ലായ്മ ചെയ്തത്? ഈ ഭീകര സംഘടനയാണ്, ബ്രാഹ്മണ ഫോഴ്സാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ചരിത്രാവബോധം എങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കൂട്ടരെ മാത്രം ഇകഴ്ത്തി ഇല്ലായ്മ ചെയ്ത് ഒരു കാലത്തും സ്വസ്ഥമായ ഭരണം കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഏത് ഭാഗത്ത് നിന്ന് ഭീകരത ഉണ്ടാകുന്നുവോ ആ ഭീകരതയെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഒരു ആഭ്യന്തരമന്ത്രിയുടെ ദൗത്യമാണെന്ന് മറന്നുപോകരുത് അദ്ദേഹം. ഇവിടെ വടക്കേ ക്രൈസ്തവർക്ക് ഒരു കാലത്തും ജീവിക്കുവാൻ അനുവദിക്കുകയില്ലെന്ന് പറയുന്നത് ബജ്രംഗദളാണ്, SDPI അല്ല, പോപ്പുലർ ഫ്രണ്ട് അല്ല. അവരാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഹിംസാത്മകമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിവേകം എല്ലാവരെയും തള്ളിപ്പറയുവാൻ, എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും അമർച്ച ചെയ്യുവാൻ ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിക്ക് കഴിയട്ടെ, BJP ഗവൺമെന്റിന് കഴിയട്ടെ. ഞങ്ങൾ എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും എതിർക്കുന്നവരാണ്. സമാധാന സമ്പുഷ്ടമായ ജീവിതമാണ് ഇന്ത്യയിലെ ക്രൈസ്തവർ കാഴ്ചവെക്കുന്നത്. അനേക ഭരണാധികാരികൾ ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാമെന്ന് ധരിക്കുകയാണ്. അത് ഭീകരതയിലൂടെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. അതൊരിക്കലും സാധ്യമാകുകയില്ല. ഇത് ദൈവിക പ്രവർത്തനങ്ങളാണ്. അത് പ്രാർത്ഥനയിലൂടെ മറ്റു മാർഗങ്ങളിലൂടെ ഞങ്ങൾ നേരിടും. ഞങ്ങൾ സമാധാനകാംക്ഷികളാണ്. ഭീകര സംഘടനയെ ഞങ്ങൾ ഒരു കാലത്തും ശ്ലാഘിക്കുന്നില്ല. അങ്ങനെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഈ ഒരു സമീപനം ഇന്ത്യ ഗവൺമെന്റിനും ഒപ്പം BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആഗമം മീഡിയ വഴി നടത്തുന്ന എല്ലാത്തരം സംരംഭങ്ങൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത പോലെ തുടർന്നും ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.